പെന്തിക്കോസുകാര് ഓണക്കളിക്കൊന്നും പോകരുത്. നീ അവിടെ വടം വലിക്കാനും തുമ്പി തൊള്ളാനും കുട ഊതാനും കൂടാമുതടി എന്നും പറഞ്ഞ് അവിടെ കിടന്ന് തുള്ളരുത്. നമുക്കിവിടെ തുള്ളാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുടവില്ലെന്നേ ഉള്ളൂ. വേണേൽ ഒരു കുടവും കൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോരും. പോകരുത്. പഴയതിനൊന്നും ക്രിസ്തുമസ് ആഘോഷിക്കാനൊന്നും നീ പോകണ്ട. സ്തോത്രം. മനസ്സിലാകുന്നില്ലായിരിക്കും. പെന്തിക്കോസുകാരുടെ കാര്യമായി പറയുന്നത്. മറ്റുള്ളവർക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞു തരാം, ഇവർക്കൊന്ന് കൊടുത്തേച്ച്. നിങ്ങളും പോകരുത്. സ്തോത്രം. നീ വേർപെട്ട ദൈവ പൈതല. കർക്കശമായ വേർപാട് പാലിക്കണം. ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത്. മരണ വീട്ടിൽ പൊക്കോണം. അത് കഴിഞ്ഞുള്ള ചടങ്ങ് ഏതാ? അടിയന്തരം 40 കഴിഞ്ഞ് അപ്പച്ചൻ വരുന്നത്. അപ്പച്ചൻ 40-ന് മുന്നേ ഇവിടുന്ന് പോകാൻ ദൈവമേ എങ്ങനെയും എന്നെ ഇവിടുന്ന് അങ്ങ് എടുക്കണമെന്ന. കാരണം കഞ്ഞിയും വെള്ളവും കൊടുക്കാതെ ആശ്വാസഭവനിലൊക്കെ കടന്ന് പരുവക്കേടായി എല്ലാം തോലുമായി എങ്ങനെയും എന്നെ അങ്ങ് എടുക്കണമെന്ന് പറഞ്ഞ അപ്പനും അമ്മയും. പിന്നെ അപ്പനും അമ്മയാണ് 40 കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ട് കറങ്ങിടക്കുന്നത്. അല്ലച്ചാ നിനക്ക് മട്ട എൻ്റെ കാലടിച്ച് മാറ്റാനാ മറ്റവർ അവിടെ നിന്ന് അപ്പച്ചനോട് ഉണ്ട് എന്നും പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്ന്. അപ്പച്ചൻ ഏരിയയിലേ ഇല്ല. അപ്പച്ചൻ അന്ന് പോയതാ. ഗുണമുള്ള അപ്പച്ചനാന്ന് നേരെ മേലോട്ട്, ഗുണപ്പെടാത്ത അപ്പച്ചനാന്ന് നേരെ. മനസ്സിലായി കാണുമല്ലോ. അതുകൊണ്ട് ഇത് കഴിഞ്ഞുള്ള മരണ വീട്ടിൽ പോകണം. അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണം. എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം. അത് കഴിഞ്ഞുള്ള ചടങ്ങുകളുണ്ടല്ലോ, ഏതാ അത് ഗുണമുള്ള കേസല്ല. അപ്പൊ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യണം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട്, നിങ്ങൾ പോകാതിരുന്നാൽ മതി. അപ്പൊ 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എപ്പോഴാണ് തിരഞ്ഞെടുത്തതെന്ന് കൃത്യമായി ആർക്കും പറയാൻ ഒക്കത്തില്ല. അവിടെ കൊടുത്തിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപ്. സ്തോത്രം. ഒരു സംഭവം പറയേണ്ടതായിപ്പം, പക്ഷെ എല്ലാവരും അത് പറയുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല. സ്തോത്രം. സൈമൺ സാറ് അത്യാസന്ന നിലയിൽ കിടന്നപ്പോൾ വേറെ സാറന്മാർ പുള്ളിയെ കാണാൻ ചെന്ന ചരിത്രമാണ്. അപ്പോൾ അവർ ചെന്നപ്പം ഇവർ വേറെ വിഷയങ്ങളായി പറക്കി. സാറിനൊടുവിൽ സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന ഞാൻ കണ്ടിട്ടില്ല. ലഭിച്ച അറിവിൻ്റെ വെളിച്ചത്തിൽ സംസാരശേഷി ഒന്ന് പോയെന്ന്. അതിന് പെന്തിക്കോസ് ചില ആൾക്കാർ പറഞ്ഞ മറുഭാഷയ്ക്കെതിരെ പുള്ളി പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വിധിക്കുന്നില്ല. കാരണം മറുഭാഷ പറഞ്ഞ പല ആൾക്കാരും ഒന്നും മിണ്ടാതാ പിന്നെ പോയത്. ഒന്നും മിണ്ടിയില്ല. പോകാൻ നേരത്തെ കണ്ണു മറിയുന്ന കണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും കയറി വിധിക്കണ്ട. അതൊക്കെ തമ്പുരാൻ ചെയ്തോളും. കശാന്ന് മറുഭാഷ പറഞ്ഞ മറിയാമ്മ അനാവശ്യം പറഞ്ഞാച്ചാ ഇവിടുന്ന് പോയത്. സ്റ്റേജിൽ നിന്ന് മറുഭാഷ പറഞ്ഞു സ്തുതിച്ചാട്ടെന്ന് പറഞ്ഞ അപ്പൻ അവസാനം തെറി പറഞ്ഞാച്ചാ ഇവിടുന്ന് പോയത്, കോട്ടയം സൈഡിൽ നിന്ന്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കണ്ട. വിധിക്കുന്നത് ദൈവമാണ്. എന്തായാലും സാറിന്റെ സംസാരശേഷി ഒടുവിൽ നഷ്ടപ്പെട്ടെന്ന്. അപ്പൊ സാറിനെ കാണാൻ എസക്കേൽ സാറും ചെറിയാം സാറും ഷൗമേൽ സാറും ഒക്കെ ചെന്നെന്നാ ഇത് പറഞ്ഞുള്ള അറിവാ. അപ്പോൾ അവരെ ഒന്നിച്ചിങ്ങനെ കൂടി സംസാരിച്ച് സാറിങ്ങനെ ആറന്മുള കുന്നംപുറത്ത് തറവാട്ടിൽ കട്ടിലേക്ക് കിടക്കുക. ഇവരെവിടെ ചെന്നെന്നാ. അപ്പൊ അവരിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ദൈവം ഇവരെ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ അകപറക്കി വന്ന കൂട്ടത്തിൽ ഷൗമേൽ സാറ് പറഞ്ഞെന്നാ പറഞ്ഞത്, എന്നാലും ദൈവം നമ്മെ കണ്ട് അമ്മയുടെ ഉദരത്ത് വെച്ചേ കണ്ടല്ലോ. ഉടനെ മിണ്ടാൻ മേലാതെ സാറ് അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്നാ പറഞ്ഞത്. അതിലും മുന്നെയാണ് മിണ്ടാൻ മേലാത്തോണ്ടാ. അപ്പോൾ എം.വി. ചെറിയാച്ചൻ ഭക്തനായ ആ നല്ല മനുഷ്യൻ പെട്ടെന്ന് ചിന്തിച്ചേച്ച് പറഞ്ഞു, ബ്രദർ ഷൗമേലെ തെറ്റി, അമ്മയുടെ ഉദരത്തിൽ വച്ചില്ല, നാം പിണ്ണാകാരമായപ്പോഴേ അവിടുന്ന് നമ്മളെ കണ്ടതാണ്. അപ്പോൾ സാർ അവിടെ കിടന്നുകൊണ്ട് പിന്നെയും കാണിച്ചു. അതിലും മുന്നെയാണ്. പുള്ളിക്ക് മിണ്ടാൻ മേലാത്തോണ്ടാ. അപ്പോൾ YSKL സാറ് കുറച്ചുകൂടെ ജ്ഞാനിയാണ്. അദ്ദേഹം പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. അദ്ദേഹം ഉടനെ ചിന്തിച്ചേച്ച് പറഞ്ഞു, ബ്രദർ തെറ്റി, അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴുമല്ല. ഈ വാക്യം എടുത്തേച്ച് പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുന്നേ കണ്ടത്. ഉടനെ സാർ ഇവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിലും മുന്നെയാണ്. അപ്പൊ YSKL സാറ് 6-ാമട വേദപുസ്തകത്തിൽ ജ്ഞാനമുള്ളയാളാണ്.
അദ്ദേഹം ഒന്നുകൂടെ ചിന്തിച്ചേച്ച് പറഞ്ഞു, ബ്രദർ എനിക്കും തെറ്റി. അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുൻപല്ല. യെശയ്യാവിന്ന് വാക്യം എടുത്തേച്ച് പറഞ്ഞു, യുഗാരംഭത്തിലേ കണ്ടതാ. കാരണം അവിടെ വായിക്കുന്നത് നീ യുഗാരംഭം മുതൽ ഞങ്ങളുടെ ദൈവമാണെന്ന, യുഗാരംഭത്തിലേ നമ്മളെ കണ്ടെന്ന് പറഞ്ഞു. ഉടനെ സൈമൺ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു, അതിലും മുന്നെയാണ്. പുള്ളി അംഗീകരിക്കുന്നില്ല. അപ്പോൾ അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുമ്പേ യുഗാരംഭത്തിലുമല്ല, അതിനു മുന്നേ കണ്ടെന്ന, അങ്ങനൊരു സംഭവം നടന്നെന്ന പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവ്, അതിൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. തിരിച്ച് ഇവർ പ്രാർത്ഥിച്ച് പിരിഞ്ഞ് തിരിച്ചു പോകുന്ന വേളയിൽ എം.വി. ചെറിയാച്ചൻ്റെ ഉള്ളിൽ ഈ വിഷയം മതിച്ചു. യുഗാരംഭത്തിന് മുമ്പേ ദൈവം കണ്ടല്ലോ. അദ്ദേഹം പോയ പോക്കിന് ഒരു പാട്ടെടുത്തിരിക്കുന്ന മധുരയുടെ മധുരഗായകനായിരുന്നു ചെറിയാച്ചായൻ. സൈമൺ സാറിൻ്റെ പാട്ട് എല്ലാവർക്കും പാടി പിടിപ്പിക്കാൻ ഒക്കത്തില്ല. എന്നാൽ എം.വി. ചെറിയാച്ചൻ്റെ പാട്ട് സാധാരണക്കാർക്കെല്ലാം പാടാം. ശ്യാമുവേൽ സാറിൻ്റെ ടി.കെ. ശൗമേൽ അദ്ദേഹത്തിൻ്റെ പാട്ട് സൂക്ഷിച്ച് പാടണം. അക്ഷരം ശ്രദ്ധിച്ച് പാടില്ലേ അതും പരുവക്കേടാകും. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം ക്രിസ്തുമാഹാത്മ്യമാണ്. അപ്പൊ ഈ ചെറിയാച്ചൻ ഈ വിഷയം അകത്തിങ്ങനെ കടന്ന് ചിന്തിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ പഴയ ആൾക്കാർ പറഞ്ഞ അന്ന് കൊല്ലം വഴി പോവുക, ബസ്സേ പോയപ്പോൾ കൊല്ലത്തെ ഒരു സർക്കസ് നടക്കുന്നു. അപ്പൊ സർക്കസ് കൂടാരത്തിൽ കോളാമ്പി വെച്ചൊരു പാട്ട്, ആ പാട്ടിന്റെ ട്യൂണ് പുള്ളി പിടിച്ചെടുത്തു. ഈ പാട്ടുകൾ മിക്കതും സ്വന്തമായിട്ട് ക്രൈസ്തവരിൽ ഒരു മിക്ക ആൾക്കാർ സ്വന്തമായിട്ട് ട്യൂൺ ഉണ്ടാക്കിയതിലെല്ലാം എന്ന മട്ട അല്ലേ, പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച്, എന്ന മട്ട് അല്ലെ, എന്ന രീതി, അതാ മിക്ക പാട്ടുകളും അങ്ങനെ. ഈയോടി സൈമൺ സാറിൻ്റെ പാട്ട് തന്നെ കടമെടുത്തുകൊണ്ട് എന്ന മട്ട്. ഈ ചൊല്ലി പറയുന്ന എനിക്ക് സാറിനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ പാടാറുണ്ട് പലതും. എന്നാലും പുള്ളിയും പല ട്യൂണും കടമെടുത്തതാണ്. ഒത്തിരി പാട്ടുകൾ. അഞ്ചാം രാജ്യം അതൊരു കടവാണ്. ഉന്നതമായ ഗതിക്കുമേൽ നിന്നു വന്നിട്ടും കല്ലു പാതാതികെ ചെന്നു ചൂർണീകരിക്കും ഈ രാജ്യങ്ങൾ അന്ന് വന്ന കല്ല് വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞു വാഴു അഞ്ചാം രാജിതം ഉണ്ടാമേ. അതൊരു കടവാ. വേറൊരു പാട്ടിന്റെ കോപ്പിയാ. മുട്ടനിരിട്ടത്ത് തത്തിക്കയറുമ്പോൾ എൻ്റെ അച്ഛൻ്റെ കൈകാലൊടിച്ചിൻ്റെ തെറ്റി താഴത്തു വീണച്ഛൻ്റെ അത്തിയൊടിയുമ്പോൾ കൊട്ട വെച്ചു വാരണം എൻ്റെ അച്ഛനെ എൻ്റെ അമ്മ വന്ന്. അതിൻ്റെ മട്ട വേണ്ടുകയില്ല. വേറൊരു പാട്ടൂടെ തെളിവുകളെൻ്റെ തെളിവ് തരികല്ലേ. വിവാഹ ശുശ്രൂഷയിൽ പഴയ അപ്പച്ചന്മാരൊക്കെ ഒരു പാടുന്ന പാട്ടുണ്ട് സൈമൺ സാറിൻ്റെ. ആദ്യന്തമില്ലാത്ത നിത്യന്റെ കാന്തിയാ പ്രത്യോദനൻ പോൽ പ്രകാശിച്ചു നിൽക്കും സത്യോഗമാർന്നുള്ള ദിവ്യാനനങ്ങൾ യുദ്ധം പതിക്കേക ശ്രീയേശുനാഥ. അത് വേറൊരു കടവാ. അത് എഴുത്തച്ഛൻ്റെ 24 വൃത്തത്തിൻ്റെ 5ാം ഭാഗമുണ്ട്. അതെല്ലാം എനിക്കറിയാം. ആ 5ാം ഭാഗത്തിന്റെ കോപ്പി അടിച്ചതാ. കല്യാണി രൂപീവനത്തിനു പോവാൻ വില്ലും ജനം കൈപിടിച്ചോരു നേരം മെല്ലെ പുറപ്പെട്ടു പിന്നാലെ സീത കല്യാണി നീ ദേവ ശ്രീരാമ രാമ. അതാ ഇപ്പം 2 എണ്ണം കിട്ടിയാൽ മതി. വേറെ ഇരിപ്പുണ്ട്. അത് ഞാൻ എല്ലാം കൂടെ പാമ്പാടിയിൽ ഇറക്കാൻ ഒക്കുകയല്ല, വേറെ സ്ഥലത്ത് ഇറക്കാം. എന്തായാലും കൊള്ളാം. നമ്മുടെ വിഷയത്തിൽ വരാം. മധുരഗായകനാകുന്ന എം.വി. ചെറിയാച്ചൻ ഈ വിഷയം തന്റെ ഉള്ളിൽ ഇങ്ങനെ മതിച്ച് വീട്ടിലേക്ക് പോകുന്ന വേളയിൽ ബസ്സിനകത്തിരുന്നപ്പോൾ സർക്കസ് കൂടാരത്തിലെ പാട്ട്, ആ പാട്ടിന്റെ ട്യൂണിൽ അദ്ദേഹം ഒരു പാട്ട് ഉടനെ എഴുതി ഈ വിഷയം വെച്ച്. ഏതാ? യുഗാരംഭത്തിന് മുൻപേ അവിടുന്ന് നമ്മളെ കണ്ടതാ. അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല, പിണ്ണാകാരമായപ്പോഴുമല്ല. അതിനൊക്കെ വാക്യമുണ്ടെങ്കിലും ലോകസ്ഥാപനത്തിന് മുമ്പേ അല്ല, യുഗാരംഭത്തിലുമല്ല, യുഗങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ സർവജ്ഞനായ ദൈവം എന്നെയും നിങ്ങളെയും കണ്ടു. ആ വിഷയത്തിൽ ആ ട്യൂണ് വെച്ച് എഴുതിയ ഒരു പാട്ടാ. പഴയ പാട്ട് അറിയാവുന്നൊരു വേണേ കൂടെ പാടിക്കണം. അതിയുഗങ്ങൾ തുടക്കം ആയതിൻ മുൻപേ, തുടക്കം ആയതിൻ മുൻപേ, ആദിയുഗങ്ങൾ തുടക്കം ആയതിൻ മുൻപേ, തുടക്കമായതിൻ മുൻപേ, ആദിപരാഭാവികളെ ഓർത്തതിനേ, ആദിപരാഭാവികളെ ഓർത്തതിനേ, ആശ്രയമാശയും പൂമ്പേ, ദിവ്യകാരുണ്യകാമ്പേ, ദിവ്യകാരുണ്യകാമ്പേ, മകാത്ഭുതമേ കാൽവരിയിൽ കാണുന്ന സേവ, മകാത്ഭുതമേ കാൽവരിയിൽ
ലോകത്തിൻ പാപം, സർവലോകത്തിൻ ശാപം, സർവലോകത്തിൻ ശാപം. തിരുസഭയെ നിലത്താൽ വാങ്ങുകയെന്നോ, നിലത്താൽ വാങ്ങുകയെന്നോ, തിരുസഭയെ നിലത്താൽ വാങ്ങുകയെന്നോ, നിലത്താൽ വാങ്ങുകയെന്നോ, തിരുഹിതത്തിൻ നിർണയങ്ങൾ ജീവിതമെന്നോ, തിരുഹൃതത്തിൽ നിർണയങ്ങൾ ജീവിതമെന്നോ, തിരുഹൃദയം ഏഴകൾക്കായി തകരുകയോ.